ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. എപ്പോഴും പറയുന്നത് പോലെ ഒരു ഹൊറർ കഥയല്ല ഇന്നിവിടെ പറയുന്നത്. ഒരു പ്രണയകഥയാണ്. ആവണിയുടെ കഥ. ആരാണ് ആവണിയുടെ ഹൃദയം കവർന്ന ആയുഷ്മാൻ? പ്രണയമോ സൗഹൃദമോ? അവൾ ആരുടെ കൂടെ നിൽക്കും? കേൾക്കാം. ആരാധിക. സൂര്യകിരണങ്ങൾ ഭൂമിയെ പുൽകാൻ അനുവാദം കാത്തുനിൽക്കുന്ന ഒരു തണുപ്പുള്ള പ്രഭാതം. ഉറക്കച്ചടവോടെ രണ്ട് നയനങ്ങൾ കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ആ പൊട്ടിയ കൽപ്പടവുകളിൽ ഇരുന്ന് കടും പച്ച നിറത്തിൽ പരന്നുകിടക്കുന്ന തണുത്ത ആഴത്തിലേക്ക് നോക്കി അക്ഷമയോടെ ആരെയോ പ്രതീക്ഷിച്ച് കാത്തിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നനഞ്ഞു വിറച്ച് കരുത്തുറ്റ രണ്ട് കരങ്ങൾ ഇരുവശത്തേക്കും വെള്ളം വകഞ്ഞു മാറ്റിക്കൊണ്ട് പൊങ്ങി വന്നു. ദേവേട്ട. തോളോടൊപ്പം നീട്ടി വളർത്തിയ കോലൻ മുടി ഇരു കൈകൊണ്ടും മുകളിലേക്ക് മാടി ഒതുക്കി വെച്ച് അവൻ തിരിഞ്ഞു നോക്കി. മുഖത്തെ സമൃദ്ധമായ രോമങ്ങളിൽ കൂടി വെള്ളത്തുള്ളികൾ രോമാവൃതമായി വിരിഞ്ഞ മാറിലൂടെ ഒഴുകിയിറങ്ങി വീണ്ടും ആഴങ്ങളിൽ താഴ്ന്നു. പോയ വഴിയെ അവന്റെ കൈത്തണ്ടയിലെ കറുത്ത രോമങ്ങൾ ചീകിയൊതുക്കാനും ആ വെള്ളത്തുള്ളികൾ മറന്നില്ല. തന്നെ കാത്തിരുന്ന ആ നയനങ്ങൾ കണ്ട് പുഞ്ചിരിക്കു മുന്നേ അവന്റെ മിഴികളിൽ അത്ഭുതം നിറഞ്ഞു. ഇതെന്തു പറ്റി ഇത്ര നേരത്തെ എഴുന്നേൽക്കാൻ? കുളത്തിൽ തന്നെ നിന്നുകൊണ്ട് അവൻ വിളിച്ചു ചോദിച്ചു. ഉറക്കച്ചടവുള്ള ആ നയനങ്ങൾ ഒന്നുകൂടി വിടർന്നു. ഒരു പുഞ്ചിരി എവിടെ നിന്നോ ഓടിയെത്തി. അതൊക്കെ പറയാം, ഒന്ന് വേഗം കേറുവാ എന്റെ ദേവേട്ട. ഒരു പുഞ്ചിരിയോടെ അവൻ ഇരു കൈകൊണ്ടും വെള്ളം ഇരുവശത്തേക്കും വകഞ്ഞു മാറ്റിക്കൊണ്ട് പാതി നീന്തിയും അല്ലാതെയും പടവിനോട് അടുത്തു. അവന്റെ ബലിഷ്ഠമായ കാൽപാദങ്ങൾ കൽപ്പടവിൽ സ്പർശിച്ചപ്പോൾ വെള്ളത്തുള്ളികൾ ചിതറിത്തെറിച്ചു. ഒരു കാവ്യമുണ്ടെടുത്ത് തിരിഞ്ഞു നിന്ന് നനഞ്ഞൊട്ടിയ ഒറ്റമുണ്ടിനു മീതെ ഉടുത്തുകൊണ്ട് ഒറ്റമുണ്ട് അടിയിലൂടെ വലിച്ചെടുത്ത് വെള്ളം പിഴിഞ്ഞു കളഞ്ഞ് കുടഞ്ഞ് തല തുവർത്തിക്കൊണ്ട് അവൻ ആ നയനങ്ങളുടെ അവകാശിയുടെ അടുത്തേക്ക് വന്ന് അരികിലായിരുന്നു. എന്തേ ദേവേട്ട? ഞാൻ ഇന്നും കണ്ടു. എനിക്ക് തോന്നി. പക്ഷെ ആ സുന്ദര സ്വപ്നം ദീർഘമായി കാണാൻ കണ്ണുകൾ പൂട്ടി വീണ്ടും കിടക്കാറാണല്ലേ പതിവ്. പിന്നെ ഇന്ന് എന്തു പറ്റി എന്റെ ആവണിക്കുട്ടി നേരത്തെ എഴുന്നേൽക്കാൻ? ഇന്ന് ഞാൻ എന്താ കണ്ടതെന്ന് അറിയോ? പിന്നെ ഒരു സെക്കൻഡ് പോലും എനിക്ക് കിടക്കാൻ പറ്റിയില്ല. എന്താ കണ്ടത്? അവൾ അല്പം തിരിഞ്ഞ് അവന് അഭിമുഖമായി ഇരുന്നു കൊണ്ട് അവന്റെ നനവ് മാറാത്ത കൈകളിൽ പിടിച്ചു. അവന്റെ കൈകളുടെ തണുപ്പ് അവളുടെ വിരലുകളുടെ ചെറു ചൂടിനെ തള്ളിപ്പുറത്താക്കി. ദേവേട്ട, ഞാൻ കണ്ടത് എന്റെ കല്യാണമാ. ആരാണ് ഈ ആവണിയുടെ വരനെന്നോ? ആരാ? അവളുടെ നയനങ്ങൾ ഉറക്കച്ചടവിന് വിട നൽകി പ്രണയത്തെ സ്വീകരിച്ചത് ചെറിയൊരു ഞെട്ടലോടെ അവൻ കണ്ടു. ആയുഷ്മാൻ. ആ ഞെട്ടൽ അവന്റെ നെഞ്ചിൽ ഒരു ഇടിമുഴക്കമായി മാറി. ആയുഷ്മാൻ? അവൻ നെറ്റി ചുളിച്ചു. അല്പം ഭയത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൾ വീണ്ടും അവനെ പിടിച്ചു വലിച്ച് തന്റെ അടുത്തിരുത്തി. എന്താ ദേവേട്ട ഇങ്ങനെ? അവന്റെ പ്രതികരണം ഇഷ്ടപ്പെടാതെ അവൾ ചിണുങ്ങി. എന്റെ കുട്ടി. അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവൾ ഇടയ്ക്ക് കയറി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കുട്ടിയൊന്നുമല്ല, ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്. ഓ ശരി, പക്ഷെ ഈ സ്ത്രീയുടെ സ്വഭാവം കാണുമ്പോൾ അങ്ങനെ തോന്നണില്ല, അതാ. അവൾ അത് കേട്ട് ചുണ്ടുകൂട്ടി. നിനക്ക് വട്ടാണ്. ഈ വട്ട് ചങ്ങലക്കിട്ടില്ലെങ്കിൽ ആപത്താണ്. അതെ, വട്ടാണ്, മുഴുവട്ട്. ഈ വട്ട് ചങ്ങലക്കിടുക തന്നെ വേണം. ആ ചങ്ങല കൊണ്ടുവന്ന് എന്നെ ചങ്ങലക്കിട്ടോളൂ. മുഴുവനായും വരിഞ്ഞു മുറുക്കി ആയുഷ്മാൻ എന്ന ചങ്ങല കൊണ്ട് എന്നെ ബന്ധിക്കൂ. എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി നാടകീയമായി അവൾ പറഞ്ഞു. കൊണ്ടുവരൂ ദേവേട്ട, എന്നെ ആയുഷ്മാൻ എന്ന സുന്ദരമായ ചങ്ങല കൊണ്ട് കെട്ടിയിടൂ. ഈ വട്ടിനെ ശാന്തമാക്കാൻ അത് മാത്രമാണ് മരുന്ന്. പിന്നെ അവൾ രണ്ട് കൈകൊണ്ടും അവന്റെ ഇരു കവിളത്തും പിടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും പതിയെ തിരിച്ച് നനവ് മാറാത്ത നെറുകയിൽ ചുണ്ടുകൾ അമർത്തി പടവുകൾ ഓടിക്കയറി കണ്ണുകളിൽ നിന്നും മറഞ്ഞു. അവൾ കണ്ണിൽ നിന്നും മറഞ്ഞതും അവൻ തല തിരിച്ച് കുളത്തിലേക്ക് നോക്കി.
നിശ്ചലമായ ജലത്തിൽ അവന്റെ പ്രതിബിംബം അവനെ തന്നെ നോക്കി പല്ലിടിച്ചു. ആവി പറക്കുന്ന മൊരിഞ്ഞ ദോശയും ചട്നിയും കറന്നെടുത്ത കൊഴുത്ത കാച്ചിയ പാലും തീന്മേശയിലിരുന്ന് കുളക്കടവിൽ നിന്നെത്തിയ ആവണിയെ കൈകാട്ടി വിളിച്ചു. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ പാടെ ആയതുകൊണ്ട് കാണുന്നവർ ശകാരിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ടും അവൾ ബ്രഷ് ചെയ്യാനായി ഓടി. തിരികെ മേശയിലെത്തി സ്ഥാനം പിടിച്ചപ്പോഴേക്കും ദേവൻ കുളി കഴിഞ്ഞ് എത്തിയിരുന്നു. അവൾ അവന്റെ അടുത്തായി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. നീല കുപ്പിവളകൾ ഭംഗി കൂട്ടിയ വെളുത്തു നീണ്ടു മെലിഞ്ഞ ഒരു കൈ പിറകിൽ നിന്നും 2 ദോശ കൂടി എടുത്ത് ദേവന്റെ പ്ലേറ്റിലേക്ക് വച്ചു കൊടുത്തു. എനിക്ക് മതിയായി, നീ ഇരിക്കുമേ. ഉമയും അവൻ അരികിലായി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ആവണി ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? അത്ഭുതം, എന്തു പറ്റി? ഉമയുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ ആവണി അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കഴിപ്പ് തുടർന്നു. എന്താടി ഒന്നും മിണ്ടാത്തെ? ഞാൻ എനിക്ക് തോന്നുമ്പോ എഴുന്നേക്കും, തോന്നുമ്പോ കഴിക്കും. ഉമേച്ചിക്ക് എന്തേ? എന്റെ അമ്മോ, നീ എന്തിനാ അതിന് ദേഷ്യപ്പെടണേ? ഞാനൊന്നും പറയാനില്ലേ. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് വഴക്കിടാതിരിക്കാവോ നിങ്ങൾക്ക്? ദേവൻ അല്പം നീരസത്തോടെ ചോദിച്ചു. ഞാൻ പോയേക്കാം. ഉമ അത് കേട്ട് പ്ലേറ്റും എടുത്ത് എഴുന്നേറ്റ് പോയി. ഉമേ! അവൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ദേവനും എഴുന്നേറ്റ് അവളുടെ പിന്നാലെ ചെന്നു. ദേവേട്ടൻ എവിടെ പോണു? അത് കണ്ട് ആവണിയുടെ ചോദ്യം കേട്ട് ദേവനും ഉമയും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. എന്താ ഇവിടെ? ഉമേ, നീ എവിടെ പോണു? സംസാരം കേട്ട് അവിടേക്ക് വന്ന ആവണിയുടെ അമ്മ സീത 3 ആളെയും മാറി മാറി നോക്കി. ഇവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. സീത ആവണിയെ നോക്കി പറഞ്ഞു. ഞാനാണല്ലോ എപ്പോഴും കുറ്റക്കാരി, ഉമ നല്ലവളും. ആവണിക്ക് അമ്മ ഉമയെ സപ്പോർട്ട് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. ആവണി! അത് കേട്ട് സീത ദേഷ്യത്തോടെ വിളിച്ചു. ആവണി കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് മുന്നോട്ട് തട്ടി നീക്കി ചാടി എഴുന്നേറ്റ് ചവിട്ടിത്തുള്ളി മുറിയിലേക്ക് പോയി. ഉമ കണ്ണ് നനച്ച് പുറത്തേക്ക് നടന്നു. എന്ത് എന്ന് വിചാരിച്ച് ദേവൻ 2 ആളുടെയും പോക്ക് നോക്കി നിന്നു. എന്റെ ഈശ്വര, ഈ കുട്ടി ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും? അമ്മായി വിഷമിക്കണ്ട, അവളുടെ സ്വഭാവം അറിഞ്ഞൂടെ? എടുത്തുചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. അവളൊരു പാവമാ. പിന്നെ എപ്പോഴും അവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാ മതി. ഞാൻ പോയി നോക്കാം. പെൺകുട്ടികളായ കുറച്ച് ഒതുക്കവും ഒക്കെ വേണ്ടേ ദേവാ? ഈ കുട്ടി ഇങ്ങനെ തുടങ്ങിയ എങ്ങനാ? കണ്ടില്ലേ, പ്ലേറ്റൊക്കെ തട്ടിമറിച്ച്. മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട പെണ്ണല്ലേ? ഉമ സങ്കടപ്പെട്ടാ പോയേക്കണേ. നീ അവളെ പോയി ഒന്ന് ആശ്വസിപ്പിക്ക്. പാവം. ചെല്ല് ദേവാ. എന്നിട്ടും ദേവന്റെ കണ്ണുകൾ ആവണി പോയ വഴിയെ നീണ്ടു. അവൾ കുറച്ചുനേരം അവിടെ ഇരിക്കട്ടെ. നീ ഉമയുടെ അടുത്തേക്ക് ചെല്ല് ദേവാ. സീതയുടെ നിർബന്ധം കേട്ട് അവൻ ഉമയുടെ അടുത്തേക്ക് നടന്നു. കൊഴിഞ്ഞു വീണ മഞ്ഞയും പച്ചയും മാവിലകൾ മെത്ത വിരിച്ച മാവിൻ ചുവട്ടിലെ പൊട്ടിയടർന്ന ചെറിയ മതിലിൽ കണ്ണു തുടച്ചിരിക്കുന്ന ഉമയെ ദൂരെ നിന്നും കണ്ടു ദേവൻ. ചെറുചിരിയോടെ വന്ന് അവളുടെ അടുത്തായി ഇരുന്നു. അവന്റെ സാമീപ്യമുണ്ടാക്കിയ പ്രണയസന്തോഷം മറച്ചു പിടിച്ചുകൊണ്ട് അവൾ മുഖം വീർപ്പിച്ച് കണ്ണ് നനച്ചിരുന്നു. അവളുടെ പരിഭവം കണ്ട് പുഞ്ചിരി മായാതെ അവൻ അവളുടെ താടി പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. എന്തിനാ ഉമേ നീ ഇങ്ങനെ എപ്പോഴും കണ്ണ് നനയ്ക്കണേ? ആ ചോദ്യം അവൾക്ക് ഇഷ്ടപ്പെട്ടു. തന്റെ കണ്ണ് നനയുന്നത് അവന് സങ്കടമാണെന്നത് അവളെ സന്തോഷിപ്പിച്ചു. നീ എന്തിനാ അവൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇങ്ങനെ കരയാൻ നിൽക്കണേ? അവളുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? ദേവേട്ടൻ എപ്പോഴും അവളുടെ സൈഡാ. എന്തു കാണിച്ചാലും പറഞ്ഞാലും സപ്പോർട്ട്. അതുകൊണ്ടാ അവൾക്ക് ഇത്രയും അഹങ്കാരം. അവൾക്കങ്ങനെ അഹങ്കാരം ഒന്നുമില്ല. ഇത്തിരി കുറുമ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. എല്ലാവരും നിന്നെയല്ലേ സപ്പോർട്ട് ചെയ്യണേ? ആരെങ്കിലും വേണ്ടേ അവളെയും സപ്പോർട്ട് ചെയ്യാൻ? ദേവൻ, തന്റെ പ്രിയപ്പെട്ടവൻ തന്റെ സഹോദരിയുടെ സ്ഥാനത്തുള്ളവളെങ്കിലും ആവണിയെപ്പറ്റി നന്നായി പറഞ്ഞത് കേട്ട് സ്ത്രീ സഹജമായ അസൂയ അവളുടെ സുന്ദരമായ മുഖത്തെ പ്രകാശത്തെ കാർമേഘം കൊണ്ട് മൂടി. ദേവനത് മനസ്സിലായെങ്കിലും അവൻ അങ്ങനെ ഭാവിച്ചില്ല. കഴിഞ്ഞില്ലേ പുന്നാരം? ആവണിയുടെ ചോദ്യം കേട്ട് ദേവനും ഉമയും ഒരുപോലെ തിരിഞ്ഞു നോക്കി. മുറ്റവും തൊടിയുമായുള്ള അതിരിങ്കൽ കെട്ടിപ്പൊക്കിയ ചെറിയ മതിലിന്റെ മുകളിൽ കയറി ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് ആവണി ചോദിച്ചു. ഓ, നാശം വന്നു. ദേവന് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉമ പിറുപിറുത്തു. ദേവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. താഴെ ഇറങ്ങൂ പെണ്ണെ, വീഴും നീ. വീണോട്ടെ. കണ്ടോ അവളുടെ അഹങ്കാരം? ദേവേട്ടൻ പറഞ്ഞിട്ട് പോലും അവൾ അനുസരിക്കുന്നുണ്ടോന്നൊന്ന് നോക്കിയേ. ദേവേട്ടൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് സൗകര്യമില്ല, ആവണി പറഞ്ഞു. അഹങ്കാരം അല്ലാതെന്താ? അതേടി, നീ സഹിക്കണ്ട. അവളുടെ കൂടപ്പിറപ്പായ ദേഷ്യം ബാലൻസ് തെറ്റിച്ചു കളഞ്ഞതിനാൽ കാൽ തെന്നി ആവണി താഴേക്ക് വീണു. വായുവേഗത്തിൽ ഓടിയെത്തിയ ദേവന്റെ കൈകൾ അവളുടെ ശരീരം ഭൂമിദേവിയെ പുൽകും മുന്നേ അവളെ താങ്ങി.